ഹലോ എല്ലാവർക്കും നമസ്കാരം കേട്ടോ. ഡ്രൈവൻറ്റീസിൻ്റെ മറ്റേ ബസ്സിലേക്ക് എല്ലാ മാനുഫാക്ചറേഴ്സിനും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വണ്ടി എന്ന് പറഞ്ഞാൽ ഏഷ്യറിൻ്റെ ചേസിസിൽ പ്രകാശ് ബോഡി കിട്ടിയ Z1 ബസ്സിൻ്റെ ഒരു റിവ്യൂ ആണ്. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കില്ലേ, അതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണണമെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ബെൽ ബട്ടൺ കൂടി ഒന്ന് എനാബിൾ ചെയ്തിട്ട് അപ്പോൾ വീഡിയോയിലേക്ക് പോലെ. ബസ്സിൻ്റെ ഫ്രണ്ടിൽ വന്നല്ലേ നമ്മൾ ഏറ്റവും ടോപ്പിൽ അട്രാക്ഷൻ ആയിട്ടൊരു കാഴ്ച കേട്ടോ. ആ ടോപ്പ് ലൈറ്റ് 8 ടോപ്പ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. തൊട്ട് താഴെയായിട്ട് ഒരു 6 LED ലൈറ്റുകളും കൊടുത്തിട്ടുണ്ട്. 2 സൈഡിലായിട്ട് പാർക്ക് ലൈറ്റും പ്രകാശം കൊടുത്തിട്ടുണ്ട്. പിന്നെ വരുന്ന സംഭവം എന്ന് പറഞ്ഞാൽ അതിഗംഭീരമായിട്ടുള്ളൊരു വിൻഷീൽഡാണ് ഇതിൽ എനിക്ക് കാണാൻ സാധിക്കുന്നത്. വലിയ വിൻഷീൽഡാണ്, എന്താ പറയുക, വലിയൊരു തലയെടുപ്പുള്ള ആന നിൽക്കുന്നൊരു ഫീലാണ് എനിക്കിത് ഈ വിൻഷീൽഡ് കാണുമ്പോൾ ഓർമ്മ വരുന്നത്. പിന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത് കൊമ്പാണ്. 2 സൈഡിലും നല്ല ഗംഭീര 2 കൊമ്പ് കൊടുത്തിട്ടുണ്ട്. അത് ഈ വണ്ടൊരു തലയെടുപ്പിനെ ശരിക്കും ബാധിക്കുന്ന സംഭവം കേട്ടോ. അത് കൊമ്പിലാണ് എല്ലാം ഇരിക്കുന്നത് സത്യം പറഞ്ഞാൽ. വിൻഷീൽഡിന് താഴെയായിട്ട് വൈപ്പർ കൊടുത്തിട്ടുണ്ട്. നല്ല 2 ഗംഭീര വൈപ്പറാണ് പ്രകാശത്തിൽ കൊടുത്തിട്ടുള്ളത് ഉണ്ടല്ലേ. വൈപ്പർ കഴിഞ്ഞാൽ പിന്നെ തൊട്ട് താഴെയായിട്ടൊരു ബ്ലാക്ക് ക്ലാഡിങ്ങോട് കൂടിയിട്ടുള്ള ഒരു ഡിസൈൻ അതിൽ കാണാൻ സാധിക്കുന്നത്. ആ ക്ലാഡിങ് ഇത് വൈറ്റ് വേണ്ടിയത് കൊണ്ട് ഈ ക്ലാഡിങ് ശരിക്കും എടുത്ത് കാണിക്കുന്നുണ്ട് കേട്ടോ. നല്ലൊരു ഫീലാണ് ബ്ലാക്ക് ക്ലാഡിങ് ഡിസൈൻ. അതിന് താഴെയായിട്ട് പിന്നെ ഹെഡ് ലാമ്പ്സ് ആണ്. 2 നല്ല ഹെഡ് ലാമ്പ്സ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ഇൻഡിക്കേറ്റർ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ തൊട്ട് താഴെയായിട്ട് ചേസ് വരുമ്പോൾ ഉണ്ടാവണ ഒരു ലൈറ്റ് ഉണ്ട്. ആ ലൈറ്റും ഇതിൽ പിടിപ്പിച്ചിട്ടുണ്ട്. പിന്നെ തൊട്ടിപ്പുറത്തായിട്ട് ഒരു ഫോഗ് ലാമ്പ് കൊടുത്തിട്ടുണ്ട്. ബോണറ്റിലേക്ക് പോവുകയാണെങ്കിൽ ബോണറ്റ് കണ്ടില്ലേ തുറന്നു വെച്ചിരിക്കുകയാണ്. ബോണറ്റിൻ്റെ തൊട്ട് താഴെയായിട്ട് നമ്മുടെ ഗ്രില്ല്, ഇതാണ് Z1-ൻ്റെ ഗ്രില്ല്. ഇത് 2 ലെയേർഡ് ഗ്രില്ലാണ്. അത് 2 പോള പോലെയാണ് അത് ഇവർ ഡിസൈൻ ചെയ്തേക്കണത്. തൊട്ട് ബാക്കിലായിട്ട് നെറ്റിൻ്റെ ഒരു ഡിസൈനും കൊടുത്തിട്ടുണ്ട്. നടുക്കിൽ പ്രകാശിൻ്റെ ഒരു എംബ്ലവും കൊടുത്തിട്ടുണ്ട്. ഗ്രില്ലിൻ്റെ അവിടെ നിന്ന് മാറി നമ്മുടെ ഇപ്പുറത്തേക്ക് പോകുന്ന ഇവിടെ ഒരു ട്രാക്ഷൻ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു ട്രാക്ഷൻ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ക്രാഷ് കാർഡാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് കണ്ടില്ല. അത് ഫ്യൂഷൻ്റെ ക്രാഷ് കാർഡാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ തൊട്ടിപ്പുറത്തായിട്ട് ഇവിടെയും നമ്മുടെ ഹെഡ് ലാമ്പ്സും ഇൻഡിക്കേറ്റർ ലൈറ്റും ഒക്കെ കൊടുത്തിട്ടുണ്ട്. താഴെയായിട്ട് ഫോഗ് ലാമ്പ്, പിന്നെ ചേസ് വരുമ്പോൾ ഉണ്ടാവണ ലൈറ്റും ഇവിടെയും ഉണ്ട്. അപ്പോൾ ഇത്രയ്ക്കുള്ള ഫ്രണ്ടിലത്തെ കാഴ്ചകൾ. നമുക്കിനി സൈഡ് പ്രൊഫൈലിൽ എന്തൊക്കെ ഉണ്ടെന്ന് നോക്കാം. സൈഡിലേക്ക് വരികയാണെങ്കിൽ നല്ല ഒരു ഗംഭീര ഒരു ഡോറ് പ്രകാശം കൊടുത്തിട്ടുണ്ട്. ഒരു ഫുഡ് സ്റ്റെപ്പ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് എമർജൻസി എക്സിറ്റിൻ്റെ ഓപ്പൺ ഏരിയ ആണ് കേട്ടോ. ഇത് നമുക്ക് ഈ ബട്ടൺ പിടിച്ച് പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഡോറ് ഉള്ളിൽ നിന്ന് തുറന്നിട്ടില്ലെങ്കിലും നമുക്ക് മാനുവലി ഇവിടെ നിന്ന് തുറക്കാൻ പറ്റും. പിന്നെ കാണാൻ സാധിക്കുന്നത് ഇവിടെ ഒരു ഇൻഡിക്കേറ്റർ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു ഇൻഡിക്കേറ്റർ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. അതിന് താഴെയായിട്ട് വീൽ ആർച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ടയർ ഇതിൽ വരുന്നത് 10/6/20 16 PR-ൻ്റെ റേഡിയൽ ടയറാണ് ഇതിൽ വരുന്നത്. ട്യൂബ്ലെസ് ആണ്. അപ്പുറത്തേക്ക് വരികയാണെങ്കിൽ ഇവിടെ ഒരു സ്പേസ് ഉണ്ട് കണ്ടില്ലേ. അതിൽ 2 ഇൻവെർട്ടറാണ് വെച്ചിട്ടുള്ളത് കണ്ടില്ലേ. തൊട്ട് താഴെയായിട്ട് ബാറ്ററി കണ്ടില്ലേ. 2 ബാറ്ററി ഉണ്ട്. 12 വോൾട്ടിൻ്റെ 2 ബാറ്ററിയാണ് ഇതിൽ വന്നിട്ടുള്ളത്. കഴിഞ്ഞാൽ പിന്നെ അടുത്തൊരു സ്പേസിലേക്ക് പോകട്ടോ. ഇതും ലഗേജ് സ്പേസ് തന്നെയാണ് കണ്ടില്ലേ. ഇത്രയും സ്പേസ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം ഹൈഡ്രോളിക് സിസ്റ്റമാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ സ്പേസ് ഉണ്ട് ഇതിൽ കണ്ടില്ലേ. ഇനി അടുത്ത
സ്പേസിലേക്ക് പോവാം. ഇതാണ് സ്റ്റെപ്പിന് വെക്കേണ്ട ഏരിയ. തൊട്ട് മുകളിലായിട്ട് ടൂൾസൊക്കെ വെക്കാനുള്ളൊരു സ്പേസും കൊടുത്തിട്ടുണ്ട്. പിന്നെ അവിടെ നിന്ന് നമുക്ക് പോവുകയാണെങ്കിൽ ഇവിടെ ഒരു ഇൻഡിക്കേറ്റർ ലൈറ്റ്, ബോഡി ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇപ്പുറത്തൊരു സ്പേസ് ഉണ്ട് കണ്ടില്ലേ, ഇതിലും അത്യാവശ്യം സാധനങ്ങൾ വയ്ക്കാം കണ്ടില്ലേ, നല്ലൊരു സ്പേസാണ്. അതുപോലെ ഈ വണ്ടി കളർ കോഡ് അടിച്ചിട്ടുള്ള ഏതാനും ചില വണ്ടികളിൽ ഒരു വണ്ടിയാണ്. കളർ കോഡ് അടിച്ച വണ്ടികൾ വളരെ കുറവായിരിക്കും ടൂറിസ്റ്റ് ബസ്സുകൾ. ഇപ്പോൾ കളർ കോഡ് എടുത്ത് കളഞ്ഞു എന്ന് പറയുന്നുണ്ട്, വ്യക്തമായിട്ട് അറിയില്ല. ഇത് കളർ കോഡ് അടിച്ചിട്ടുള്ളൊരു വണ്ടിയാണ് കണ്ടില്ലേ. എൻ്റെ പെയിൻറ്റ് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇത് ഗവൺമെൻറ് പറഞ്ഞിട്ട് അടിച്ചിട്ടുള്ളതാണ് ഈ ഒരു പെയിൻറ്റും അതിൻ്റെ ഡിസൈനൊക്കെ. അപ്പോൾ സെഡ്വൻ്റെ പുറകിൽ നമ്മൾ എത്തിക്കണേ. നമുക്ക് ബാക്കിലത്തെ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഇതിൻ്റെ പുറകിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് മുകളിലായിട്ട് റിയർ ഗ്ലാസ് കാണാണ്ട് തൊട്ട് താഴെയായിട്ട് യു ഷേപ്പ്ഡായിട്ട് ഒരു ഡിസൈനാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. കുറച്ച് ബൾക്കി ഫീൽ ആയിട്ടുള്ള ഒരു ഡിസൈനാണ് ഇതിൽ കാണാൻ സാധിക്കുന്നത്. തൊട്ടിപ്പുറത്തായിട്ട് ഒരു കോണിയും കൊടുത്തിട്ടുണ്ട്. അത് ഹാഫ് കോണിയാണ് കേട്ടോ. ബാക്കിയുള്ളത് ഈ ഡിക്കറെ ഉള്ളിലാണ് വെച്ചിട്ടുള്ളത്. പിന്നെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് പ്രകാശിൻ്റെ ഒരു എംബ്ലം കൊടുത്തിട്ടുണ്ട്. തൊട്ട് താഴെയായിട്ട് പ്രകാശിൻ്റെ ഒരു ബാഡ്ജിങ്ങും ഇതിൽ പ്രകാശ് കൊടുത്തിട്ടുണ്ട്. അവിടുന്ന് തൊട്ട് താഴെയായിട്ട് ഇതിൻ്റെ ടെയിൽ ലാമ്പാണ് കാണുന്നത്. ടെയിൽ ലാമ്പിൽ ഇൻഡിക്കേറ്റർ, പാർക്ക്, ബ്രേക്ക് ലൈറ്റ്, റിവേഴ്സ് ലൈറ്റ് എല്ലാം കൊടുത്തിട്ടുണ്ട്. പിന്നെ അവിടുന്ന് താഴെ വരികയാണെങ്കിൽ ഇവിടെ ഒരു സൈഡ് ബീഡിങ് കൊടുത്തിട്ടുണ്ട് കണ്ടില്ലേ, സൈഡ് ബീഡിങ് കൊടുത്തിട്ടുണ്ട്. തൊട്ട് അപ്പുറത്തായിട്ട് ഒരു പാർക്ക് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു റിഫ്ലക്ടർ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ ഇവിടെയും ഒരു റിഫ്ലക്ടർ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്, ഒരു പാർക്ക് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു സൈഡ് ബീഡിങ് നേരത്തെ പറഞ്ഞ അതേ സംഭവം തന്നെ. ഇതിൻ്റെ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ ഒരു ക്രോമി ഫിനിഷിങ്ങോട് കൂടിയിട്ടുള്ള ഒരു ബീഡിങ് ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ നല്ലൊരു ഹാൻഡിലും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം നമ്മുടെ ലഗേജസൊക്കെ വയ്ക്കുക. ഞാൻ അതിൻ്റെ ഡിക്കി സ്പേസ് കാണിച്ചു തരാം കേട്ടോ. കണ്ടില്ലേ, ബാക്ക് സ്പേസ് ഇഷ്ടം പോലെ കേട്ടോ. റിയറിലുള്ള സ്പേസാണ് കൂടുതൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതായത് അത്യാവശ്യം തന്നെയാണ്. കാരണം എന്താ വെച്ചാൽ നമ്മൾ ടൂറൊക്കെ പോകുമ്പോൾ നമുക്ക് സ്റ്റവ് അടക്കമുള്ള സാധനങ്ങൾ വരെ ഇതിൽ, ഗ്യാസ് സിലിണ്ടർ അടക്കം നമ്മളിതിൽ കയറ്റി വെച്ചിട്ട് കൊണ്ടുപോകും. അപ്പോൾ സ്പേസ് നമുക്ക് ആവശ്യം തന്നെയാണ്. പിന്നെ ഇതിൽ ഒരു ലാഡർ കൊടുത്തിട്ടുണ്ട്. ഈ ലാഡർ നമ്മൾ പുറത്ത് നമ്മൾ കണ്ടില്ലേ, പകുതി നിൽക്കണ കോണി അതിലേക്ക് കണക്ട് ചെയ്യുന്നതാണ്. വണ്ടിയുടെ മുകളിലേക്ക് കയറാനോ വണ്ടി കഴുകാനൊക്കെ യൂസ് ചെയ്യാം ഈ കോണി. പിന്നെ ഇവിടെ ഒരു സ്പേസ് ഉണ്ട്. അപ്പോൾ ഈ ടയർ കിടക്കണ കാരണം നമുക്ക് എടുക്കാൻ പറ്റില്ല. ഇത്രയൊക്കെയാണ് ഇതിൻ്റെ സ്പേസിനെ കുറിച്ച് പറയാനുള്ളത്. ബാക്കിലത്തെ കാഴ്ചകൾ നമുക്ക് ഇനി ഇപ്പുറത്തെ എന്തൊക്കെ ഉണ്ട് നോക്കാം. ഈ സൈഡിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ ഈ പറഞ്ഞ പോലെ ഒരു പാർക്ക് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്, ഒരു ബോഡി ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. തൊട്ട് ഇപ്പുറത്തെ ഒരു എമർജൻസി ഡോറാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. കണ്ടില്ലേ, എമർജൻസി എക്സിറ്റാണിത്. അതിലേക്ക് കയറാനായിട്ട് ഇവിടെ 3 സ്റ്റെപ്പുകൾ കൊടുത്തിട്ടുണ്ട്. ഈ 3 സ്റ്റെപ്പ് വെച്ചിട്ടാണ് ഈ ഡോറിലേക്ക് നമ്മൾ കയറുക. ഈ സ്റ്റെപ്പിൻ്റെ ഉള്ളിലും ലൈറ്റ് കൊടുത്തിട്ടുണ്ട് കണ്ടില്ലേ, സ്റ്റെപ്പിൻ്റെ ഉള്ളിലും ലൈറ്റ് കൊടുക്കുന്നുണ്ട്. സൈഡിലുള്ള ഗ്ലാസ്സുകൾ ഫിക്സഡ് അല്ല കേട്ടോ. സ്കാനിയോ വോൾവോ പോലെ ഫിക്സഡ് അല്ല, അത് നമുക്ക് നീക്കാൻ പറ്റുന്നതാണ്. എമർജൻസി എക്സിറ്റ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മുന്നോട്ട് പോകുന്ന ഒരു വീൽ ആർച്ച് കാണാം. വീൽ ആർച്ചിൻ്റെ മുകളിലായിട്ട് ഇൻഡിക്കേറ്റർ ലൈറ്റ്, അതുപോലെ ഒരു പാർക്ക് ലൈറ്റും കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ വീൽ ആർച്ച് കഴിയുന്നിടത്ത് വേറൊരു LED ലൈറ്റും പ്രകാശിച്ച് കൊടുത്തിട്ടുണ്ട്.
ഈ ഇൻഡിക്കേറ്റർ ലൈറ്റും അതുപോലെ തന്നെ ബോഡി ലൈറ്റും ഇത് സൈഡിൽ അറ്റം വരെ ഉണ്ട് കേട്ടോ. ഇതാ കാണുന്നു കണ്ടില്ലേ, ഇത് ഫ്രണ്ട് വരെ അങ്ങനെ അത് കൊടുത്തിട്ടുണ്ട് കണ്ടില്ലേ. ഇതാണ് ഇതിൻ്റെ ഡീസൽ അടിക്കേണ്ട ഭാഗം കേട്ടോ. 250 ലിറ്റർ ഡീസൽ ടാങ്കിൻ്റെ കപ്പാസിറ്റിയാണ് ഇതിൽ ഏഷ്യർ കൊടുത്തിട്ടുള്ളത്. അത് കഴിഞ്ഞാൽ ഇവിടെ ഒരു സ്പേസ് ഉണ്ട് കേട്ടോ, നമുക്ക് കണ്ടില്ലേ, ഇവിടെ ഒരു സ്പേസ് വരുന്നുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഒരു ഇൻഡിക്കേറ്റർ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു പാർക്ക് ലൈറ്റ്, ഒരു ബോഡി ലൈറ്റും ഇവിടെ പ്രകാശം കൊടുത്തിട്ടുണ്ട്. ഇതാണ് എൻ്റെ എയർ ഫിൽറ്റർ കേട്ടോ. ഈ സ്വിച്ച് ഉണ്ടല്ലോ, ഇത് പിടിച്ചാൽ മറത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഭാഗം കൊണ്ട് തുറന്ന് കിട്ടും. അപ്പോൾ നമുക്ക് ഈ എയർ ഫിൽറ്ററും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഞാൻ അപ്പോൾ തുറക്കണില്ല. പിന്നെ താഴെ ഇങ്ങനെ ചവിട്ടി നമ്മൾ ഈ ഡോറ് തുറന്ന് നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ ഡ്രൈവിംഗ് സീറ്റിൻ്റെ ഉള്ളിലേക്ക് കയറിയിരിക്കാം. ഇപ്പോൾ നമ്മളിരിക്കുന്നത് ഏഷ്യൻ്റെ ഡ്രൈവിംഗ് സീറ്റിലാണ് കേട്ടോ. ഇതാണ് ഏഷ്യൻ്റെ സ്റ്റിയറിംഗ് വീല്, കണ്ടില്ലേ എങ്ങനെയുണ്ട്. ഇതാണ് ഈ വണ്ടിയുടെ പാർക്കിംഗ് ബ്രേക്ക് അല്ലെങ്കിൽ ഹാൻഡ് ബ്രേക്ക് കേട്ടോ. ഇതാണ് കേട്ടോ നമ്മുടെ ഏഷ്യൻ്റെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ. ഇതിൽ കിലോമീറ്റർ പെർ അവർ കാണിക്കുന്നുണ്ട്. അതുപോലെ ഫ്യൂവൽ ഗേജിൻ്റെ മീറ്റർ കാണിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ എയറിൻ്റെ മീറ്റർ ഉണ്ട്. പിന്നെ RPMത്തിൻ്റെ മീറ്റർ കാണിക്കുന്നുണ്ട്. ഡിജിറ്റലും അനലോഗും കൂടിയിട്ടാണ് ഇതിൻ്റെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ വന്നിട്ടുള്ളത്. ഞാൻ ഇപ്പോൾ ചാവി ഓഫിലാണ് വെച്ചേക്കണത്, അതുകൊണ്ടാണ് ഡിജിറ്റൽ ഇതിൽ കാണാത്തത് കേട്ടോ. ഇതാണ് പാനിക് ബട്ടൺ. ഇവിടെ ഒരു പാനിക് ബട്ടൺ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ കൊടുത്തിട്ടുള്ളത് ABSൻ്റെയും അതുപോലെ എക്കോ മോഡുകളാണ്. എക്കോ പ്ലസും അതൊക്കെ എന്താ വെച്ചാൽ മൈലേജ് കൂട്ടാനൊക്കെ ആയിട്ടാണ് അത് യൂസ് ചെയ്യുന്നത്. പിന്നെ ബാറ്ററി കട്ട് ഓഫ് സ്വിച്ച്, അത് സ്വിച്ച് ഇട്ടുണ്ടെങ്കിൽ നമുക്ക് മൊത്തം വണ്ടി ബാറ്ററി ആയിട്ടുള്ള കണക്ഷൻ വിടും. പുറത്തെ സ്വിച്ചുകളൊക്കെ വണ്ടിയുടെ ഹെഡ്ലൈറ്റിൻ്റെയും പാർക്ക് ഇൻഡിക്കേറ്റർ അങ്ങനത്തെ സ്വിച്ചസാണ്. ഹോണിൻ്റെ സ്വിച്ചസാണ് ഇതിൽ കാണുന്നത്. ഡോറിൻ്റെ സ്വിച്ചാണ് കേട്ടോ. ഇത് പിടിച്ചിട്ടുണ്ടെങ്കിൽ എയർ ഡോറ് ഒന്നടയും. പിന്നെ ഇതിൽ ഡ്രൈവർക്ക് ഇവിടെ ചാർജ് ചെയ്യാനായിട്ടൊരു പോർട്ട് കൊടുത്തിട്ടുണ്ട്. മൊബൈൽ വയ്ക്കാനായിട്ടുള്ള ഒരു സോക്കറ്റും വെച്ചിട്ടുണ്ട് അവിടെ. ഈ ലിവർ നമ്മുടെ പാർക്ക് ഇൻഡിക്കേറ്റർ അതൊക്കെ വരുന്നതാണ് കേട്ടോ. ഇതാണ് നമ്മുടെ എൻജിൻ ബ്രേക്ക് വരുന്ന ലിവർ. അത് അടിയിലേക്ക് തട്ടിയിട്ടുണ്ടെങ്കിൽ എൻജിൻ ബ്രേക്ക് ഓണാവും. അതിൽ 6 സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷനാണ് ഇതിൽ വരുന്നത്. 6+1. ഇതാണ് നമ്മുടെ ആംസുകൾ കേട്ടോ. 5 ആമ്പുകളുണ്ട് ഇതിൽ, കണ്ടില്ലേ ആംസാണ് ഇരിക്കുന്നത്. ഇതൊക്കെ ആമ്പുകളാണ്, കണ്ടില്ലേ ഇതൊക്കെ ആംസുകളാണ്. 5 ആമ്പ് ഉണ്ട് ഇതിൽ. പിന്നെ തൊട്ട് താഴെയായിട്ട് ഈ സിസ്റ്റംസ് ചെയ്തിട്ടുള്ള അവരുടെ ഒരു നെയിമിങ് കൊടുത്തിട്ടുണ്ട്. തൊട്ടിപ്പുറത്തേക്ക് പോവുകയാണെങ്കിൽ സൺബേസ് എന്ന് പറഞ്ഞിട്ടുള്ള അവരുടെ ബാഡ്ജിങ് ചെയ്തിട്ടുണ്ട്. തൊട്ട് താഴെയായിട്ട് പ്രൊസസ്സറാണ് കാണുന്നത്. അതിൻ്റെ താഴെയായിട്ട് DVD കൊടുത്തിട്ടുണ്ട്. പിന്നെ താഴെയായിട്ട് LCD ഒരു സ്ക്രീനാണ്. ഇത് ടച്ചാണ് കേട്ടോ, കംപ്ലീറ്റ് LCD ടച്ച് സ്ക്രീനാണ്. അതിൻ്റെ താഴെയായിട്ട് പിന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത് മിക്സറാണ് കേട്ടോ. ഇതാണ് അതിൻ്റെ മിക്സർ, കണ്ടില്ലേ ഇതാണ് അതിൻ്റെ മിക്സർ. മിക്സറിൻ്റെ മുകളിലായിട്ട് 2 സൈഡിലും A ഷേപ്പിൽ സ്വിച്ചസാണ് കൊടുത്തിട്ടുള്ളത്. അതായത് നമുക്ക് ആവശ്യമുള്ള സ്വിച്ചസ്, അതായത് ഇപ്പോൾ നമ്മുടെ വണ്ടിയുടെ ഉള്ളിലുള്ള ഫാന്, ലൈറ്റ്, അങ്ങനെ ഇൻഡിവിജ്വലായിട്ടുള്ള എല്ലാ സ്വിച്ചസും ഇവിടെ നിന്നാണ് നിയന്ത്രിക്കുക. പിന്നെ അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് മൊബൈലൊക്കെ റീചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രെയിനർക്കൊക്കെ മൊബൈൽ റീചാർജ് ചെയ്യാനുള്ള സൗകര്യം ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ Z1 ബസ്സിൻ്റെ ഉള്ളിലാണ്. അപ്പോൾ നമുക്ക് ബാക്കിൽ നിന്ന് ഫ്രണ്ടിലേക്ക് വരാം, അതാണ് കുറച്ചുകൂടി നല്ലത്. ഓക്കെ, ഇതാണ് ഇതിൻ്റെ ഇൻറ്റീരിയർ കാഴ്ചകൾ കേട്ടോ. എങ്ങനെയുണ്ട്? ഇത് പുതുപുത്തൻ Z1 ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് ബാക്കിലത്തെ കാഴ്ചയിലേക്ക് പോവാം. ബാക്കിൽ 6 സീറ്റാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്, കണ്ടില്ലേ അതിൽ സൺബേസിൻ്റെ ബാഡ്ജിങ്ങും കാണാം. പിന്നെ പറയുകയാണെങ്കിൽ 2 സബ്ബാണ് ഇതിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്, 2 സബ്. പിന്നെ മുകൾ വശത്ത് 9 സ്പീക്കർ ഉണ്ട്, താഴെ 6 എണ്ണം.
അതിൽ ഓരോന്നായിട്ട് ഞാൻ കാണിച്ചു തരാം. ഇത് മുകളിലത്തെ ഒരു സ്പീക്കറാട്ടോ. അത് കഴിഞ്ഞാൽ ഇത് വേറൊരു സ്പീക്കർ, പിന്നെ അതാ വേറൊരു സ്പീക്കർ കണ്ടില്ലേ. പിന്നെ അതിന് ബാക്കിലേക്ക് വരിച്ചതോ ഇതെവിടെ കൊടുത്തിട്ടുണ്ട് വേറൊരു സ്പീക്കർ. അപ്പോൾ ഇതിൻ്റെ സീറ്റിംഗ് എങ്ങനെ വരാൻ അറിയാം. 3+2 സീറ്റിംഗ് അറേഞ്ച്മെൻ്റ് ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ പ്ലാറ്റ്ഫോം നല്ല അലുമിനിയം കോട്ടഡോടുള്ള പ്ലാറ്റ്ഫോമാണ് ഇതിൽ വന്നിട്ടുള്ളത്. ഈ വണ്ടിയിൽ 3 TV ആണ് കേട്ടോ വന്നേക്കുന്നത്. ഇത് ഒരു TV, ഹൈഡ്രോളിക് TV ആണ്. ഇതിങ്ങനെ പിടിച്ചിട്ട് നമുക്ക് താത്താൻ പറ്റും, കണ്ടില്ലേ. ഇതൊരു TV. പിന്നെ ഇവിടെ ഒരു TV കൊടുത്തിട്ടുണ്ട്, കണ്ടില്ലേ. പിന്നെ മൂന്നാമത്തെ TV എന്ന് പറഞ്ഞാൽ ഏറ്റവും ഫ്രണ്ടിലാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അത് കുറച്ച് വലിപ്പമുള്ള TV ആണ്. TVക്ക് അപ്പുറമായിട്ട് കണ്ടില്ലേ ഒരു 3 ചാർജിങ് പോർട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് മൊബൈലൊക്കെ ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പോർട്ടാണ്. മൊബൈലൊക്കെ ഇവിടെ വെച്ചിട്ട് നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റും, അതിൻ്റെ പോർട്ടാണ് ഇതിൽ കാണുന്നത്. അപ്പോൾ നമുക്ക് ബെർത്തിൻ്റെ കാഴ്ചകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതിൽ ബെർത്തിൻ്റെ ടോപ്പ് ഭാഗത്തായിട്ട് കണ്ടില്ലേ ഒരു LED സ്ട്രിപ്പ് കൊടുത്തിട്ടുണ്ട്. ഒരു റെഡ് കളറാണ് ഇതിൽ അവർ കൊടുത്തിട്ടുള്ളത്. അത് നല്ല കാണാനും നല്ലൊരു ഭംഗിയുണ്ട്. പിന്നെ തൊട്ട് താഴെയായിട്ട് നമ്മുടെ ബെർത്തിൻ്റെ ഒരു 3 ലൈറ്റുകൾ ഇവിടെ കാണാൻ സാധിക്കും. ഇത് കംപ്ലീറ്റ് ബെർത്തിന് മുകളിൽ നമ്മളിങ്ങനെ ഇൻഡിവിജ്വലി നമ്മൾ പറയാനില്ല, ഇഷ്ടംപോലെ ലൈറ്റുകളുണ്ട്. അതുകൊണ്ട് ഇതാണ് കേട്ടോ AC വെൻറ്റുകൾ. സൈഡിലൊക്കെ ഈ നമ്മുടെ ലൈറ്റുകളുടെ ഒപ്പം തന്നെ ഇതിൻ്റെ AC വെൻറ്റുകളും ഇവിടെ കാണാൻ പറ്റും. പിന്നെ കാണാൻ സാധിക്കുന്നത് എന്താണെന്ന് അറിയോ, ഒരു ഫാനാണ്, നല്ല അടിപൊളി ഫാനാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ബെർത്തിൻ്റെ അടിവശത്തായിട്ട് 2 ലൈറ്റ് കൊടുത്തിട്ടുണ്ട്, 2 AC വെൻറ്റുകൾ കൊടുത്തിട്ടുണ്ട്, 2 സ്വിച്ചും കൊടുത്തിട്ടുണ്ട്, കണ്ടില്ലേ. ഇതൊക്കെയാണ് ബെർത്തിൻ്റെ അടിയിലത്തെ കാഴ്ചകൾ. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ അടിയിലും ഇഷ്ടം പോലെ ലൈറ്റുകളാണ് ഇതിൽ പിടിപ്പിച്ചിട്ടുള്ളത്. സീറ്റിനെ കുറിച്ച് പറയാ വെച്ചാൽ ടിപ്പിക്കൽ വരുന്ന പ്രകാശിൻ്റെ സീറ്റുകളിന് ഇതിൽ വരുന്നത് പുഷ് ബാക്ക് സീറ്റ് അല്ല, എന്നാലും കുഴപ്പമില്ല, ഇരുന്ന് ലോങ് ഒക്കെ പോകാൻ പറ്റിയ നല്ലൊരു സീറ്റിന് ഇതിൽ പ്രകാശ് കൊടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് ആംറസ്റ്റ് ഉണ്ടല്ലേ, അത് വുഡൻ ഫിനിഷിങ്ങിലാണ് ഈ ആംറസ്റ്റ് കൊടുത്തിട്ടുള്ളത്. അത് കാണാൻ നല്ല വൃത്തിയുണ്ട്. ആംറസ്റ്റ് കംപ്ലീറ്റ് വുഡൻ ഫിനിഷിലാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതാണ് ഇതിൻ്റെ പഞ്ച് ബോക്സ് കേട്ടോ, കണ്ടില്ലേ 2 പഞ്ച് ബോക്സ് ഇവിടെ കാണാം. പിന്നെ ബാക്കിലായിട്ട് ഒരു സ്പീക്കർ നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ മുകളിൽ ഇതേപോലെ ഒരു ചെറിയൊരു സ്പേസിൽ മാലാക എന്ന് പറഞ്ഞിട്ട് ഈ വണ്ടിയുടെ ഒരു നിക് നെയിമാണത്. അപ്പോൾ അത് ജസ്റ്റ് പേസ്റ്റ് ചെയ്തിട്ടുണ്ട് അവിടെ, അത്രയേ ഉള്ളൂ. ഈ ഡോം ലൈറ്റ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കാണാൻ പറ്റുന്നത് സ്മോക്കിൻ്റെ ഒരു ഏരിയ കേട്ടോ. സ്മോക്ക് ലേസറൊക്കെ വരില്ലേ, ആ സംഭവമാണ് ഈ കാണുന്നത്. അത് 2 സൈഡിലും കൊടുത്തിട്ടുണ്ട് സ്മോക്കിന് ലേസർ ലൈറ്റൊക്കെ ആയിട്ട്. സ്മോക്കിൻ്റെയും ലേസറിൻ്റെ ലൈറ്റിൻ്റെ ഓപ്ഷൻ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇവിടെ ഒരു യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്, കണ്ടില്ലേ. ഈ യൂണിറ്റിലും കംപ്ലീറ്റ് ലൈറ്റാണ് കേട്ടോ. ഫിഷ് ലൈറ്റ് പോലത്തെ ലൈറ്റുകൾ ഇങ്ങനെ ഒരു അലുമിനിയം പ്ലേറ്റ് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ പിടിപ്പിച്ചേക്കാണ് ഒരു യൂണിറ്റായിട്ട്. നടുഭാഗത്തായിട്ട് വേറൊരു LED ലൈറ്റും കാണാം. ബെർത്തിൻ്റെ അടിയിലായിട്ട് ഒരു 4 ഫിഷ് ലൈറ്റും നടുക്കിൽ വേറൊരു ലൈറ്റും കൊടുത്തിട്ടുണ്ട്. അത് സാധാരണ ഇപ്പോൾ ഈ ലൈറ്റിന് എന്താ പേര് പറയാൻ എനിക്കറിയില്ല. ആക്ച്വലി ഞാൻ ബെർത്ത് ലൈറ്റ് തന്നെ പറയുന്നു. ബെർത്ത് ലൈറ്റ് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ തൊട്ട് അപ്പുറത്തായിട്ട് ഇവിടെ ഒരു ചാർജും പോർട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഫ്രണ്ടിലേക്ക് വന്ന ഒരു ഫ്രിഡ്ജ് നമുക്ക് കാണാൻ സാധിക്കും, കണ്ടില്ലേ. ഇത് നമുക്കിങ്ങനെ തുറക്കാനൊക്കെ പറ്റും. ഒരു ഫ്രിഡ്ജ് കൊടുത്തിട്ടുണ്ട്. ഇതിലാണ് ഒരു വെള്ളത്തിൻ്റെ ടാങ്ക് വയ്ക്കുക. ഇതാണ് ആ ഫ്രിഡ്ജിൻ്റെ സ്വിച്ച്. ഇത് ഇട്ടുണ്ടെങ്കിൽ ഫ്രിഡ്ജ് ചാലാവും. പിന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇവിടെ ഹസാർഡ് സ്വിച്ചാണ് കേട്ടോ. ഡ്രൈവർ ക്യാബിനിലേക്ക് പോണ ഡോറാണ് കേട്ടോ അത്. അതിൻ്റെ മോൾ ഭാഗത്തായിട്ട്
പ്രകാശിൻ്റെ ഒരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. തൊട്ട് മുകളിലായിട്ട് ഒരു ഡിജിറ്റൽ ക്ലോക്കും കൊടുത്തിട്ടുണ്ട്. ഇത്രയാണ് ഇതിൻ്റെ ഉള്ളിലത്തെ വിശേഷങ്ങൾ. അപ്പോൾ ഇത്രയ്ക്കുള്ള ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുമെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ നോട്ടിഫിക്കേഷൻ ലഭിക്കാനൊരു ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്തിടുക. എൻ്റെ സോഷ്യൽ മീഡിയ പേജസായ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, ട്വിറ്റർ, ഷെയർചാറ്റ് അതുകൂടി ഒന്ന് ഫോളോ ചെയ്തേക്കണം. അപ്പോൾ ഉടൻ തന്നെ നല്ലൊരു കിടക്കാച്ചി വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അതുവരെയും തൽക്കാലം ബൈ. നമസ്കാരം.